DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 21 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ ദേശീയപാതകളിൽ ടോൾ നൽകാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം എത്തിയിരിക്കുകയാണ്. ടോൾ അടയ്ക്കാത്ത വാഹന ഉടമകൾക്ക് സർക്കാരിന്റെ പല പ്രധാന സേവനങ്ങളും ലഭിക്കില്ല. റോഡ് ഗതാഗത മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ പുതിയ ഭേദഗതികളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ടോൾ കൃത്യമായി അടക്കുന്നത് ഉറപ്പാക്കാനും വെട്ടിപ്പ് ഒഴിവാക്കാനുമാണ് ഈ നടപടി. ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, നാഷണൽ പെർമിറ്റ് എന്നിവ തടയാനുള്ള നിയമ ഭേദഗതി പുറത്തിറക്കിയിട്ടുണ്ട്. 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഭേദഗതി ചെയ്തുകൊണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 2026 ചൊവ്വാഴ്ചയാണ് പുറത്തിറക്കിയത്. പുതിയ നിയമമനുസരിച്ച് വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനോ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനോ ഉള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അടയ്ക്കാനുള്ള ടോൾ മുഴുവൻ അടച്ചു തീർക്കണം. അതുപോലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാനോ പുതിയതെടുക്കാനോ സാധിക്കില്ല. വാണിജ്യ വാഹനങ്ങൾക്ക് നാഷണൽ പെർമിറ്റ് എടുക്കാനും ഈ നിബന്ധന ബാധകമാണ്. അതായത് കുടിശ്ശികയുള്ള ടോൾ അടയ്ക്കാത്ത ഒരു വാഹനത്തിനും ഈ സേവനങ്ങൾ ലഭിക്കില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. ഇന്നലെ 3 തവണകളായി പവന് 3160 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് 3680 രൂപയാണ് കൂടിയത്. 1,13,520 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 460 രൂപയാണ് വർദ്ധിച്ചത്. 14,190 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്ത അറിയിപ്പ്, ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതി പ്രകാരം പുനർനടീലിന് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനായുള്ള പദ്ധതിക്ക് റബ്ബർ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ കർഷകർക്കാണ് തുക അനുവദിക്കുന്നത്. 50,000-ഓളം റബ്ബർ കർഷകർക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കും. നിലവിൽ 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് തങ്ങളുടെ 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിനാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുക. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം ഗുണഭോക്താക്കൾക്ക് 2000 രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കടമെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ പെൻഷൻ വിതരണത്തിനായുള്ള തുക ലഭ്യമായിട്ടുണ്ട്. ജനുവരി 25ഓടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും തുക വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ തുക ലഭ്യമാകുന്നതോടൊപ്പം തന്നെ അർഹരായവർ നിശ്ചിത രേഖകൾ സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജനുവരി 31-നകം സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായോ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. ഫെബ്രുവരി മുതൽ ഈ രേഖ ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.